ടീച്ചറെ പ്ലീസ് ടീച്ചർ ആ ഫോൺ ഒന്ന് താ ടീച്ചറെ. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ട് ക്ലാസ്സിക്ക് ഫോണായിട്ട് വരരുത്. ടീച്ചർ പ്ലീസ് ടീച്ചർ. തരൂല. ഇതേ ഇവിടെ ഇരിക്കട്ടെ. വീട്ടിൽ നിന്ന് രക്ഷിതാക്കളാരെങ്കിലും വന്നിട്ട് ഫോൺ തരാം കേട്ടോ. ഞങ്ങൾ ആ ഫോൺ തരി. ഇത് കൂടെ ചോളി നിട്ടി രക്ഷിതാക്കൾ വന്നിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ. ഇവന് പഠിക്കുന്ന ബുക്കിനേക്കാളും വലുതാണ് ഈ ഫോണ്. എനിക്ക് ഫോൺ ഉണ്ടെങ്കിലേ ചോറിറങ്ങുള്ളൂ. എന്താ ഈ ഫോണോട് ചോറിങ്ങനെ കുത്തി ഇറക്കലാ? അതല്ല, ഞാനും എന്റെ കുഞ്ഞാവൊക്കെ റീൽസ് കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കല്. എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരുതെന്ന്. ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ടത് എന്താ നിനക്കറിയോ? ഇൻസ്റ്റൈഡി. അല്ല യൂട്യൂബ് ചാനലാ. എടാ അനുസരണയാണ് ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം. ആ ഗുണം എന്നിട്ട് ടീച്ചർക്കില്ലല്ലോ. ഞാൻ എത്ര നേരമായി ഫോൺ തരി അറിയണേ. എന്നിട്ട് ടീച്ചർ അനുസരിച്ചില്ല. നിനക്ക് ഫോൺ വേണല്ലേ? തരാട്ടോ. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. ഇനി ഫോൺ കിട്ടണമെങ്കിൽ കുമ്പസരിക്കും വേണം. കുമ്പസരിക്ക്? അല്ല അച്ഛൻ വരാണ്ട് പറഞ്ഞു. എടാ പള്ളിയിലെ അച്ഛനല്ല, നിന്റെ അച്ഛൻ വരട്ടേന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. ടീച്ചറേ ഞാൻ ആ കത്തോട്ട് വന്നോട്ടെ. എന്ത്? അയ്യോ പറഞ്ഞു തെറ്റിപ്പോയി. ഞാൻ അകത്തോട്ട് വന്നോട്ടേന്ന്. അല്ല പിന്നെ ടീച്ചർ പുറത്തോട്ട് വരുമോ? ഇങ്ങോട്ട് അപസ്മാരുണ്ട് ടീച്ചറെ. ആർക്ക്? അല്ല നമസ്കാരമുണ്ട് ടീച്ചറെ. അച്ഛൻ വന്നില്ലേ? നീ ഫോൺ തരി. നല്ല പരിചയം ഉണ്ടല്ലോ. അതുണ്ടാവും, നിങ്ങളെ മേശപ്പുറത്തുള്ള സാധനല്ലേ, ഡെയിലി കാണുമ്പോ നല്ല പരിചയം ഉണ്ടാവും. ഈ മുഖം ഓർമ്മയുണ്ടോ? ഈ മുഖം സരസ്വതി ടീച്ചർ, രാജൻ കെ.പി. പ്രസന്റ് ടീച്ചർ. അയ്യോ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഞാൻ സ്വപ്നം കാണുകയാണോ? എന്താണ് കാണിക്കണേ? സ്വപ്നത്തിലല്ലാന്ന് അറിയിച്ചതാ. എന്റെ ടീച്ചറെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടായി കാണുന്നത്. അപ്പൊ ഇങ്ങളാണ് പുതിയ HMI സ്കൂളില്? ഞാൻ അറിയണില്ലല്ലോ. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ട അറിയില്ല. എടാ ഇത് അച്ഛനെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ടീച്ചറാണ്. അന്ന് മലയാളത്തിന്റെ ഏതോ ഒരു ഉത്തരം ഞാൻ തെറ്റിച്ചേന്. ടീച്ചറിന്റെ ചന്തയ്ക്ക് ചൂരലായിട്ട് തന്നൊരു അടി. ആ വരപ്പോഴും അവിടെ ഉണ്ട്, മാഞ്ഞിട്ടില്ല. അതിപ്പോ എല്ലാവർക്കും ഇല്ല അവിടെ ഒരു വര. എടാ ഈ ഓരോ കുരുത്തക്കേട് ഇങ്ങനെ കാണിക്കുമ്പോഴേ അന്നെ പെൺകുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയിട്ടില്ലേന്നോ? പക്ഷെ ടീച്ചറെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസം പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ടുപോയി ഇരുത്തല്ലോ. അപ്പൊ എന്റെ തൊട്ടടുത്തിരുന്ന രമണീനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പൊ ടീച്ചറാണല്ലേ അച്ഛന്റെ ബ്രോക്കർ. പണ്ടത്തെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. അപ്പൊ എവിടെ പോയാലും പെണ്ണുങ്ങളെ നടക്കാം. ടീച്ചറെ അതൊക്കെ പോട്ടെ, പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? നിങ്ങൾ പണ്ട് സ്ഥിരമായിട്ട് എഴുത്തു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഏതൊരു വാരികയിൽ സ്ഥിരം നോവൽ എഴുതല്ലേന്നോ? എന്താ ഇപ്പത്തെ അവസ്ഥ? ഇപ്പോഴും എഴുതുണ്ടോ? അതാ എഴുത്ത് നിർത്തിയോ? അതാ നാട്ടുകാർ നിർത്തിച്ചോ? ഞാൻ ഇപ്പോഴും എഴുതുന്നുണ്ട്. പുതിയ നോവലാണ് കൂരിരുട്ടത്ത്. വായിച്ചിട്ടുണ്ടോ? ഊരിട്ടത്ത് എങ്ങനെ വായിക്കാനാ? വെളിച്ചത്തന്നെ കഴിയണില്ല. പിന്നെ നോക്കിയാ ഇവന്റെ കാര്യം ഭയങ്കര കഷ്ടാട്ടോ. അനുസരണ എന്നുള്ളൊരു വാക്ക് ഇവന്റെ നിഘണ്ടുവിലില്ല. ടീച്ചറെ അന്നു കിട്ടണോണ്ട് തട്ടിമുട്ടി പോണൊരു കുടുംബം എന്റേത്. അതിന്റെ ഇടയിൽ വില കൂടിയൊരു നിഘണ്ടൊന്നും വാങ്ങാനുള്ള കഴിവിക്കില്ല. 1-2 വാക്കേ കുറവുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ടീച്ചർ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇവനുണ്ടല്ലോ ഈ ഫോണും കൊണ്ടാണ് ക്ലാസ്സിക്ക് വന്നത്. ഏടാ ഫോണും കൊണ്ട് ക്ലാസ്സിക്ക് വന്നോ? അച്ഛൻ തന്നെയാണ് കാരണം. ഞാനോ? നിങ്ങളല്ലേ പറഞ്ഞേ വീട്ടിൽ നിന്ന് ഫോൺ നോക്കിയാ മുട്ടുകാലി അല്ലേ അടിക്കുന്നേ? അത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിക്ക് കൊണ്ടുവന്നേ. എന്റെ ലൈഫ് എന്ന് പറഞ്ഞപ്പോ വീട് സ്കൂള്, സ്കൂള് വീട്, വീട് സ്കൂള്. അതെ അച്ഛനും മോനും കുളങ്കര കളിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സോറി ടീച്ചർ, നിങ്ങൾ പറഞ്ഞോളി. ഫോണ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ? ടീച്ചർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് പണ്ടത്തെ കാലല്ല, ടെക്നോളജി വികസിച്ചു, മോഡേൺ യുഗമായില്ലേ. നമുക്ക് എന്ത് കാര്യം നടക്കണമെങ്കിലും നമ്മളെ കയ്യിൽ ഫോൺ അത്യാവശ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. വിജനമായ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കണമെന്ന് വിചാരിക്കുക. ചുറ്റൊരു മനുഷ്യല്ല, മനുഷ്യൻ പോയിട്ട് സഹായത്തിനൊരു ഈച്ച പോലും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് അടിയന്തരമായിട്ട് നമുക്ക് ഒരു റീൽസ് കാണണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ എടുത്തോണ്ട് കണ്ടൂടെ? അതല്ലേ പറഞ്ഞു, ഈ റീൽസ് കാണലിനതുകൊണ്ടാണ് ഇവൻ ഒരു ബസ് നിച്ചല്ലേ സ്കൂളത്തെ. ആണടാ വെറുതെ പറയാണ്. ടീച്ചർക്കാണൊന്നും അറിയാത്തേ. എന്നോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയോ? ഈ അതിന്റെ ഫോൺ തരും. എടാ ഫോൺ അവിടെ നിക്കട്ടെ. ആദ്യം ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് മറുപടി പറയും. അച്ഛനൊരു വിലയുള്ളതാണ് ഈ കളയരുത്. മായാത്ത വരന്റെ വിലല്ലേ? ടീച്ചർ ചോദിച്ചോളി. മഹാത്മാഗാന്ധിയുടെ ആരാണ് പുത്ലിബായി? ഏട്ടൻ. ഏട്ടനോ? അല്ല അനിയനാ.
ബായ് എന്നൊക്കെ പറയുമ്പോ ഏട്ടനോ അനിയനൊക്കെ അല്ലേ? ബായ് എന്ന് പറഞ്ഞാൽ ഏട്ടനും അനിയനോ ഹിന്ദി എനിക്ക് അറിയില്ലേ? ബായ് എന്ന് പറഞ്ഞാൽ ബംഗാളി. ബംഗാളിയാ. അച്ഛനും കണക്കാ മോനും കണക്കാ. നിങ്ങൾ കണക്കിന്റെ കാര്യത്തിലുണ്ടല്ലോ ഇവന്റെ അതേപോലെ തന്നെയാണ്. ഒരു വസ്തു അറിയില്ലേ? അങ്ങനെയല്ല ടീച്ചറെ, ഇവനോട് കണക്കിൽ നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അവൻ ഉത്തരം പറയും. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 4 അടി ഉയരം, 3 അടി വീതി, 5 അടി വീതി. ഇങ്ങനെയുള്ള ഒരു ഫിഷ് ടാങ്കിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അല്ലപ്പോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടല്ലുള്ളൂ. ഇപ്പൊ തന്നെ എന്തിനാ വെള്ളത്തിന്റെ അളവൊക്കെ? പണി കഴിയട്ടെ. അഥവാ തന്നെ അതിനൊരു ലീക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കണക്കൂട്ടലൊക്കെ പഴച്ചില്ലേ? കണ്ട എന്നാലേ ഒരു സ്ത്രീ 1 മണിക്കൂറിൽ 50 അപ്പം ചുട്ടും. അങ്ങനെയാണെങ്കിൽ 10 സ്ത്രീകൾ 1 മണിക്കൂറിനുള്ളിൽ എത്ര അപ്പം ചുടും? ഒരൊറ്റ അപ്പം പോലും ടീച്ചർക്ക് കിട്ടൂല. അതെന്താ അവർക്ക് കണക്കും അറിയൂലേ? എന്റെ കണക്കറിയില്ലെന്നുള്ള അവിടെ കേട്ടെ. 10 സ്ത്രീകൾ കൂടി നിന്നാലേ അവിടെ ഒരു പണി നടക്കില്ല. ഈ ഉത്തരം കൊണ്ട് തന്നെയാണ് ഈ 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം ഒരു തൊപ്പിട്ടിരുന്നത്. ടീച്ചറെ 3-ാം ക്ലാസ്സിൽ ഞാൻ തോറ്റു എന്നുള്ളത് നേരാണ്. പക്ഷെ എനിക്കന്ന് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങാടി ഇതിന്റെ കമ്പനിക്കാര് എനിക്ക് വേണ്ടി ഫ്ലെക്സ് വരെ എഴുതി ഒട്ടിച്ചിരുന്നു. പൊരുതി തോറ്റ രാജൻ കേൾപ്പിക്ക് അഭിവാദ്യങ്ങൾ. ടീച്ചറെ ഫോൺ തന്നാണി. നോക്കിയാ കഴിഞ്ഞ ക്ലാസ്സിലെ ONVന്റെ ഉപ്പ് അതിനെ കുറിച്ച് ഒരു 5 വാക്യം എഴുതാൻ പറഞ്ഞു അവനോട്. അതും ഇവൻ അറിയില്ലാന്ന്. അല്ല അതിപ്പോ അറിയില്ലല്ലോ. അല്ല സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ടാറ്റന്റെ ഉപ്പ ഉപയോഗിക്കല്. ഈ ONVന്റെ ഉപ്പ് ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തിലെ രക്ഷിതാക്കൾക്ക് നല്ല പങ്കുണ്ട്. അധ്വാനം അച്ഛനിൽ നിന്നും സംസ്കാരം അമ്മയിൽ നിന്നാണ് മക്കൾ പഠിക്കേണ്ടത്. വീട്ടു ജോലിയോ? അത് പെണ്ണിട്ടുമ്പോ താനെ പഠിച്ചോളൂ. ഏയ് ഇവന്റെ വർക്കും കാര്യങ്ങളൊന്നും വീട്ടിൽ ശ്രദ്ധിക്കലില്ല. ടീച്ചർ എന്താ പറയണേ? ഇവന്റെ ഹോംവർക്കിന്റെ കാര്യത്തിലൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കുന്ന ഏക വ്യക്തി ഞാനാണ്. എന്തിനധികം പറയണേ, ഇവന്റെ ഹോംവർക്ക് വരെ ഞാനാണ് ചെയ്തു കൊടുക്കല്. അപ്പൊ ഇവന്റെ ബുക്കിൽ പൊട്ട തെറ്റ് എഴുതിക്കുന്ന ആള് നീയാണല്ലേ? അന്നെ കൊണ്ടാണ് ഇപ്പൊ ഈ നുള്ളു കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ആ മായാത്ത വരന്റെ അപ്പുറപ്പുറം ഓരോ പുള്ളി ആയില്ലേ? ഇന്നത്തെ രക്ഷിതാക്കൾക്ക് ഒന്നും ഒരു പക്വതയില്ല. എന്താണ് ഇന്നത്തെ രക്ഷിതാക്കൾക്ക് പക്വത ഇല്ലാന്ന് കേട്ടപ്പോ എങ്ങനെയുണ്ട്? ഞമ്മക്ക് പക്വത ഇല്ലാന്ന്, ഇവർക്ക് ഭയങ്കര പക്വതയും. ഏതെങ്കിലും ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് ഒരു വികൃതി കാട്ടി അപ്പ ടീച്ചർ പറയും അച്ഛനെ വിളിച്ചോണ്ടാണ് ക്ലാസ് കയറിയാൽ മതിയെന്ന്. ഇതേ കുട്ടി വീട്ടിൽ നിന്ന് വികൃതിയായിട്ട് നമ്മൾ പറയലുണ്ടോ ടീച്ചറെ വിളിച്ചോണ്ടാണ് വീട്ടിൽ കയറിയാൽ മതിയെന്ന്? അപ്പൊ പിന്നെ ആർക്കാ പക്വത ഇല്ലാത്ത? ടീച്ചർമാർക്കാണ് പക്വത ഇല്ലാത്ത, ഞങ്ങൾക്കല്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നോക്കിയാ ഇന്നത്തെ കാലത്ത് ഈ മക്കൾക്ക് മൊബൈലിന്റെ ഉപയോഗം നല്ലോണം ഉണ്ട്. അപ്പൊ അത് ആരാ ശ്രദ്ധിക്കേണ്ടത്? നമ്മള് രക്ഷിതാക്കള്, പ്രത്യേകിച്ച് രാത്രിയില്. ടീച്ചറെ ആ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നുണ്ട്, അത് ഞാൻ എഗ്രിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും പറഞ്ഞ ഈ ചെറുക്കന്മാർ കേൾക്കണില്ലാന്നേ. ഈ ചെക്കുണ്ടല്ലോ രാത്രി 2 മണി വരെ മൊബൈലിൽ കളിച്ചിരിക്കും. അല്ല അതെങ്ങനെ ഈ അറിയണത്? ഞാൻ ചാറ്റിങ്ങോ കഴിഞ്ഞിട്ട് 3 മണിക്കല്ലേ കിടക്കല്, അപ്പൊക്കെ അറിയാലോ. ടീച്ചറെ ബെല്ലടിച്ചിട്ടാ ഫോൺ തന്നോളി. തരൂല തരൂല എന്നല്ല എന്നോട് ഞാൻ പറഞ്ഞത്. എടാ എന്തായി കാണിക്കണേ? എന്താണ് ഇത് കാണിക്കുന്നത്? പ്രശ്നമാക്കണ്ട. ആരെങ്കിലും വിളിക്കും, എന്ത് വിളി കാണിക്കുന്നത്? അത് കുഴപ്പമില്ല ടീച്ചറെ, പ്രശ്നമാക്കണ്ട. BP കൂട്ടൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. എവിടെ നിങ്ങളാ ഫോൺ എവിടെ വെച്ചിന്? അത് ഇടുക്കി. അതാണല്ലേ മോനെ. കണ്ട അത്ര ഉള്ള കാര്യം. എന്താ ഉണ്ടായത്? അതായത് ടീച്ചറെ പണ്ടത്തെ കാലത്തൊക്കെ കുട്ടികൾക്ക് ഇതേപോലെ അസുഖം വരുമ്പോഴേ നമ്മൾ താക്കോലാണുള്ളവരെ കൈ കൊടുക്കല്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ എല്ലാ പ്രശ്നം തീരാൻ ഇതാണോ കൈ കൊടുക്കേണ്ടത്? ആഹാ, ഇതല്ല, ഇതിനേക്കാൾ എഫക്റ്റ് ഉള്ള ഒരു സാധനം ഇവിടെ ഉണ്ട്. അതെന്താ? ഇത് കറക്റ്റ് സാധനം. ഇപ്പോഴാണെങ്കിൽ കോടതിന്റെ വിധി ഉണ്ട് ചൂരലെടുക്കാന്നുള്ളേ. ടീച്ചർ പറഞ്ഞ ശരിയാണ്. നല്ല 4 തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും നന്നാവും. അയ്യോ, ഇത് കുട്ടികൾക്കുള്ളതല്ല. ജനിച്ചു വീണ അന്ന് മുതല് വേണ്ടതിനും വേണ്ടാത്തതിനും മൊബൈൽ ഫോൺ കുട്ടികളെ കയ്യിൽ കൊടുക്കണേനെ നിന്നെ പോലുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടിട്ടാ. അടുത്ത വരാ ലോഡിങ്.